Assalamualaikum warahmatullahi wabarakatuh. How are you children? Hope you all are fine and safe too. Today we are going to do the exercise part of this second lesson. We have completed the second lesson. Right children? നമ്മൾ രണ്ടാമത്തെ ലെസൺ കംപ്ലീറ്റ് ചെയ്തില്ലേ? നമ്മൾക്കറിയാം ഇൻപുട്ട് എന്താണ്, പ്രോസസ്സിങ് എന്താണ്, ഔട്ട്പുട്ട് എന്താണ് എല്ലാം അറിയില്ലേ? അപ്പോൾ അതിലൊരു എക്സസൈസ് പാർട്ടുണ്ട്. മക്കൾ ടെക്സ്റ്റ് ബുക്ക് എടുത്തോളാം. 22 എടുത്തോളാം കേട്ടോ. ഓക്കെ, ഇനി ആ ടെക്സ്റ്റ് ബുക്കിനകത്ത് നോക്കാം. ഔട്ട്പുട്ട് ഡിവൈസസ് കാണുന്നുണ്ടോ? ഏതൊക്കെയാണ് ഔട്ട്പുട്ട്? നമുക്ക് ഒന്ന് റിവൈസ് ചെയ്തിട്ട് എക്സസൈസ് പാർട്ട് ചെയ്യാം കേട്ടോ മക്കളെ. ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാ പറയുന്നത്? മോണിറ്റർ പറയുന്നുണ്ട്. പിന്നെന്താണ്? ബുക്കിനകത്ത് നോക്കി പറയാം മക്കളെ. സ്പീക്കർ പറയുന്നുണ്ട്, പ്രിന്റർ പറയുന്നുണ്ട് അല്ലേ? യെസ്. എന്തായിരുന്നു CPU എന്ന് പറഞ്ഞാല്? വാട്ട് ഈസ് CPU? ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന്റെ തലയാണ്, തലച്ചോറാണ് അല്ലേ? കമ്പ്യൂട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യൂല? അല്ല, CPU ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യൂല? വി കനോട്ട് വർക്ക് ഇൻ കമ്പ്യൂട്ടർ അല്ലേ? കമ്പ്യൂട്ടർ വർക്ക് ചെയ്യൂല. ഓക്കെ, സോ ഫ്ലിപ്പ് ദ പേജ്. അതുപോലെ സ്റ്റോറേജ് ഡിവൈസസ്. വാട്ട് യു മീൻ ബൈ സ്റ്റോർ റൂം? സ്റ്റോറേജ് ഡിവൈസ്. എന്താണ് സ്റ്റോർ എന്ന് പറഞ്ഞാൽ? നമ്മൾ പലഹാരങ്ങളും ഒക്കെ എടുത്ത് പാത്ത് വെക്കുന്ന സ്ഥലമാണ് അല്ലേ? അതുപോലെ കമ്പ്യൂട്ടറിൻ്റെ അകത്തുള്ള സാധനങ്ങളൊക്കെ സേവ് ചെയ്ത് വെക്കാനുള്ള സ്ഥലമാണ് എന്ത്? സ്റ്റോർ റൂം. ഉമ്മയൊക്കെ സ്റ്റോർ റൂമിൽ ഒളിപ്പിച്ച് വെക്കാറില്ലേ? എന്നിട്ട് നിങ്ങൾ കട്ടെടുത്ത് കഴിക്കാറുണ്ട് അല്ലേ? ഇല്ല അല്ലേ? നല്ല മക്കളാണ് അല്ലേ? കട്ടെടുത്ത് കഴിക്കരുത്. ഉമ്മയോടും ഇപ്പോഴും ചോദിച്ചിട്ട് എടുത്ത് കഴിക്കുക കേട്ടോ. അപ്പോൾ നമ്മളുടെ സ്റ്റോറേജ് ഡിവൈസസും കഴിഞ്ഞു. ഇനി ലേൺ വിത്ത് ഫൺ എന്ന് പറഞ്ഞിട്ട് പേജ് നമ്പർ 24 ഒന്ന് നോക്കിയേ. പേജ് നമ്പർ 24. അതിലെ ഫിൽ ദ സീരീസ്. ഓക്കെ, വിൽ ഡു ദാറ്റ്. മാം എഴുതുന്നത് പോലെ മക്കൾ എന്ത് ചെയ്യുക? അത് നോക്കിയിട്ട് എഴുതാം. മാം ഇങ്ങനെ പറഞ്ഞായിരിക്കും എഴുതുക. അതിങ്ങനെ കേട്ട് പഠിക്കുക കേട്ടോ. അതുപോലെ ടെക്സ്റ്റ് ബുക്കിനകത്ത് എഴുതുകയും ചെയ്യാം. ഓക്കെ, fill the series. We have learned different parts of computers. We have learned different types, how we can divide the computer and all. Right children? What are the different steps children? Input, output. So here what is happening? When we give input, there is some processing happening here and we are getting output, right? So write there processing. 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 Okay children? Then printer, speaker. Which is the next one? Printer, speaker. These both are output devices. So tell me one more output device. Which is output device? Keyboard? No, keyboard is a input device. Mouse? Mouse is also input device. Then which is the next one? Monitor. We will write monitor. Next one, compact disc, pen drive. All these are storage device അല്ലേ? അപ്പോൾ വേറെ ഒരു സ്റ്റോറേജ് ഡിവൈസ് ഏതാ പഠിച്ചത് മക്കളെ? നമ്മളുടെ മൊബൈലിലൊക്കെ ഉണ്ടാവുന്നതാണ്. എന്താണ്? മെമ്മറി കാർഡ്. മെമ്മറി കാർഡ്. MEMORYCARD. മെമ്മറി കാർഡ്. ഓക്കെ, സോറി കേട്ടോ മക്കളെ, മാം അറിയാതെ കൂട്ടി എഴുതി പോയതാട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫോർത്ത് വൺ, പ്രിൻ്റർ, പ്രിൻ്റ്. പ്രിൻ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? പ്രിൻ്റ് ചെയ്യാൻ. സൗണ്ടോ? സൗണ്ട് കിട്ടാൻ നമ്മൾ എന്താ ചെയ്യാം? സൗണ്ട് എന്തെന്നാ കിട്ടുക? സ്പീക്കർ. യെസ്, PEAKER. സ്പീക്കർ. ഓക്കെ, നെക്സ്റ്റ് വൺ, കീബോർഡ് ഇൻപുട്ട് ഡിവൈസ് ആണ്. അപ്പോൾ പ്രോസസ്സിങ് ഏതാണ്? എവിടെ വെച്ചിട്ടാണ് പ്രോസസ്സിങ് നടക്കുക? CPU. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ജ്യൂസ് ഉണ്ടാക്കാൻ ആദ്യം കുറേ ഫ്രൂട്ട്സുകളാണ് ഇൻപുട്ട് ഡിവൈസ്. പിന്നെന്ത് ചെയ്യും? നമുക്ക് ജ്യൂസ് കിട്ടും. അതിൻ്റെ ഇടയിൽ എന്താണ് ചെയ്യുന്നത്? പ്രോസസ്സിങ് വർക്ക് എന്താ ചെയ്യുന്നത്?
ജ്യൂസിങ് മെഷീൻ അല്ലേ, അതുപോലത്തെ ഒരു ജ്യൂസിങ് മെഷീനാണ് നമ്മളുടെ CPU കമ്പ്യൂട്ടറിൽ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ ഇൻപുട്ട് എൻ്റർ ഡേറ്റ. ഔട്ട്പുട്ട് എന്താണ്? ഡിസ്പ്ലേ റിസൾട്ട്. അപ്പോൾ ഇവിടെ എന്താണ്? ഔട്ട്പുട്ട്. ഇൻപുട്ട് നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് കൊടുക്കും, എൻ്റർ ചെയ്യും. ഡിസ്പ്ലേ റിസൾട്ട്, നമുക്ക് റിസൾട്ട് കിട്ടും എന്തിൽ നിന്ന്? ഔട്ട്പുട്ടിൽ നിന്ന്. ഓക്കെ, എൻറ്ററിങ് ഡേറ്റ കീബോർഡിൽ നിന്നാണ്. സ്റ്റോറിങ് ഡേറ്റയോ സ്റ്റോറേജ് ഡിവൈസ്. റൈറ്റ് ദേർ, സ്റ്റോറേജ് ഡിവൈസ്. സ്റ്റോറേജ് ഡിവൈസ്. STORAGEDEVICES. സ്റ്റോറേജ് ഡിവൈസ്. ഇതുപോലെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എക്സാമിന് വരും കേട്ടോ. അപ്പോൾ എഴുതേണ്ടി വരുമേ. അപ്പോൾ സ്പെല്ലിങ്ങളൊക്കെ പഠിക്കണം. ഓക്കെ, now look at this. Check whether true or false. Keyboard is used to print the data. True ആണോ false ആണോ? പ്രിൻ്റ് എടുക്കാൻ നമ്മൾ കീബോർഡ് ആണോ ഉപയോഗിക്കുക? No, it is wrong. അപ്പോൾ എന്താ ചെയ്യുക? Write there false. Write here false. F. Okay. Next one, compact disk is a storage device. ഡിസ്ക് എല്ലാം എന്താണ്? സ്റ്റോറേജ് ഡിവൈസ് ആണ് കേട്ടോ. അപ്പോൾ ട്രൂ. പ്രിൻ്റർ ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ്. പ്രിൻ്റർ എന്ന് പറഞ്ഞാൽ പേപ്പർ നമുക്ക് പ്രിൻ്റ് എടുത്ത് പുറത്തേക്ക് തരുന്നതാണ്. അപ്പോൾ അത് ഇന്നാണോ പോകുന്നത് ഔട്ടേക്കാണോ പോകുന്നത്? ഇന്ന് ആണോ ഔട്ടാണോ? ഔട്ട് അല്ലേ. പ്രിൻ്റർ നമ്മൾ കയ്യിലേക്ക് ഇങ്ങോട്ട് വരികയല്ലേ, കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലേക്ക് പോവല്ലോ. അപ്പോൾ എന്താണ്? പ്രിൻ്റർ ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. അപ്പോൾ ഈ ഡക്ക് പറഞ്ഞത് തെറ്റാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക? നമ്മൾ ഫോൾസ് F എഴുതി കൊടുക്കാം. ഓക്കെ, ഫോൾസ്, ട്രൂ, ഫോൾസ്. ഓക്കെ, നൗ ഗോയിങ് ടു ദ നെക്സ്റ്റ് പേജ്. Look at the children. Write down the suitable words from the list below. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് പ്രോസസ്സിംഗ്, ഔട്ട്പുട്ട്, ഇൻപുട്ട്, സ്റ്റോറേജ്. ഇതിൽ ഏതാണോ ഇതൊക്കെ എന്നുള്ളതാണ് നമ്മൾക്ക് എഴുതാനുള്ളത്. ഇവിടെ നോക്കിയാൽ നമുക്ക് ജ്യൂസ് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ജ്യൂസ് ഇൻപുട്ടാണോ ഔട്ട്പുട്ടാണോ പ്രോസസ്സിംഗ് ആണോ സ്റ്റോറേജ് ആണോ? യെസ്, ഔട്ട്പുട്ടാണല്ലേ. നമ്മൾ ജ്യൂസ് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തു മിക്സിയിലിട്ടു നമുക്ക് കിട്ടിയതാണിത്. അപ്പോൾ എന്താണ്? ഔട്ട്പുട്ട്. അപ്പോൾ ഇത് നമ്മൾ ഔട്ട് എന്ന് എഴുതാം. ഓക്കെ, ഇനി നോക്കിയേ കുറേ കത്രികയും ഇതൊക്കെ ഉണ്ട്. ഇതുകൊണ്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഫസ്റ്റത്തെ സാധനമാണ്. അപ്പോൾ എന്താണ്? ഇൻപുട്ട്. റൈറ്റ് ഹിയർ ഇൻപുട്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ദേ മിക്സിയിലിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെന്താണ്? മിക്സിയിലിട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത് എന്തോ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ, പ്രോസസ്സിങ്. അപ്പോൾ അത് എഴുതിക്കോളാം, പ്രോസസ്സിങ്. ഇവിടെ എന്താ ചെയ്യണേ മക്കളെ? ഇത് എല്ലാ സാധനങ്ങളും ഇതിലേക്ക് ഇങ്ങനെ ഇടുന്നേ ഉള്ളൂ. അപ്പോൾ അതെന്താണ്? ഇൻപുട്ട്. എന്താണ്? ഇൻപുട്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഹിയർ സ്പീക്കർ ഉണ്ട്. സ്പീക്കർ എല്ലാവർക്കും അറിയാം, പുറത്തേക്ക് സൗണ്ട് കേൾക്കുന്നതായതുകൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം? അത് ഔട്ട്പുട്ടാണ്. ഓക്കെ, പിന്നെയോ CPU-ൻ്റെ ഉള്ളിൽ നിന്നാണ് എല്ലാ പ്രോസസ്സിങ്ങും അല്ലേ. ഇത് മിക്സി പോലെയാണ് നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെ അല്ലേ. എല്ലാം മിക്സപ്പ് ചെയ്ത് നമ്മൾ മോണിറ്ററിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ആരാണ്? CPU ആണ്. സോ ദാറ്റ് ഈസ് പ്രോസസ്സിങ്. പ്രോസസ്സിങ്. ഓക്കെ, നെക്സ്റ്റ് മൗസ് എന്താണ് മക്കളെ? അതിൻ്റെ ആരോസ് എവിടെ കാണുക? കമ്പ്യൂട്ടറിലാണ് അല്ലേ, CPU മോണിറ്ററിനകത്താണ് കാണുക. അപ്പോൾ എന്താണ്? മൗസ് ഇൻപുട്ട്. ഓക്കെ, നെക്സ്റ്റ് CD എന്താണ്? ഡിസ്ക് ആണ് അല്ലേ. CD-ൻ്റെ ഫുൾ ഫോം ലോങ് ഫോം എന്താണെന്നറിയോ? വലിയതാക്കിയിട്ട് C എന്ന് പറഞ്ഞാൽ കമ്പാക്റ്റ്, D എന്ന് പറഞ്ഞാൽ ഡിസ്ക്, കമ്പാക്റ്റ് ഡിസ്ക്. അപ്പോൾ ഡിസ്ക് ആണ് അല്ലേ. അപ്പോൾ ഡിസ്ക് എന്താണ്?
സ്റ്റോറേജ് ഡിവൈസ്. സ്റ്റോറേജ് നമ്മൾ ഇതിനകത്ത് കല്യാണത്തിൻ്റെ സീഡികളും ഫോട്ടോസും ഒക്കെ വെക്കൂലേ, വീഡിയോ ഒക്കെ ഇതിനകത്താണ് വെക്കുക. കല്യാണ സീഡി ഒക്കെ കണ്ടിട്ടുണ്ടോ? ഉമ്മയുടെ ഉപ്പയുടെയും കല്യാണ സീഡി കണ്ടിട്ടുണ്ടോ മക്കളെ? അതൊക്കെ ഇതാണ് കേട്ടോ, ഇതാണ് സീഡി. ഈ സീഡി എന്താണ്, നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലേ. അപ്പോൾ ഇതൊക്കെ സ്റ്റോറേജ്. ഓക്കെ, അതുപോലെ ഇനി ഈ സീഡിക്കകത്ത് എല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണ് വെക്കുക? നമ്മൾ പെൻ ഡ്രൈവിൽ വെക്കും. അപ്പോൾ പെൻ ഡ്രൈവ് എന്താണ്? സ്റ്റോറേജ് ആണ് കേട്ടോ. സ്റ്റോറേജ്, STORAGE, സ്റ്റോറേജ്. Now what is this children? This is scanner. എന്താണ്? സ്കാനർ. ഇപ്പോൾ നമ്മൾക്ക് ഏതെങ്കിലുമൊക്കെ ഫോട്ടോ ഒക്കെ കമ്പ്യൂട്ടറിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മെഷീനാണ് ഉപയോഗിക്കുക. അപ്പോൾ എന്താണ്, ഇതിൻ്റെ ഉള്ളിൽ വെച്ചതൊക്കെ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലേക്കല്ലേ പോകുന്നത്. അപ്പോൾ അതെന്താണ്? ഇൻപുട്ട്. നെക്സ്റ്റ് വൺ, ഇതിലാണ് നമ്മൾ CD ഇടുന്നത്. അപ്പോൾ CD ഹാർഡ് ഡിസ്ക്. ഓക്കെ ചിൽഡ്രൻ, ഇതും ഒരു സ്റ്റോറേജ് ഡിവൈസാണ്. ഇതിന് പറയുന്ന പേരാണ് ഹാർഡ് ഡിസ്ക് എന്ന്. അപ്പോൾ ഇതും സ്റ്റോറേജ് എന്ന് എഴുതുക കേട്ടോ, സ്റ്റോറേജ്. ക്യാമറയിലുള്ള ഫോട്ടോസൊക്കെ നമ്മൾക്ക് എങ്ങോട്ടേക്ക് എടുക്കുക? കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലേക്ക് എടുക്കണ്ടേ. അപ്പോൾ ഇതെന്താണ്? ഇൻപുട്ട് ഡിവൈസ് ആണ് കേട്ടോ, ഇൻപുട്ട് ഡിവൈസ്. ഫോട്ടോ അടിച്ച ഫോട്ടോസൊക്കെ ഇതിനകത്ത് പോകും, ഇതിൽ നിന്ന് കമ്പ്യൂട്ടറിനകത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതെന്താണ്? ഇൻപുട്ട് ഡിവൈസ് കേട്ടോ. നെക്സ്റ്റ്, വെബ് ക്യാമറ. നമ്മുടെ കമ്പ്യൂട്ടറിലൊക്കെ കണ്ട് സംസാരിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ക്യാമറയാണിത്. നമ്മളെ മൊബൈലിലില്ലേ ക്യാമറ, അതുപോലെ കമ്പ്യൂട്ടറിലുള്ള ക്യാമറയാണ് ഈ വെബ് ക്യാമറ. അപ്പോൾ ഇതെന്താണ്? ഇതിൽ നിന്ന് കാണുന്നതൊക്കെ എങ്ങോട്ടാണ് പോവുക? നമ്മൾക്ക് എവിടെ കാണിച്ചു തരാം? മോണിറ്ററിൽ അല്ലേ. അപ്പോൾ ആ മോണിറ്ററിൽ കാണിച്ചു തരുന്നതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഇൻപുട്ട് ഡിവൈസ് ആണ്, ഇൻപുട്ട്. ഓക്കെ, നൗ വാട്ട് ഈസ് ദിസ് വൺ? മെമ്മറി കാർഡ്. നമ്മുടെ മൊബൈലിലൊക്കെയുള്ള മെമ്മറി കാർഡാണിത്. അപ്പോൾ ഇതെന്താണ്? സ്റ്റോറേജ് ഡിവൈസ് ആണ് കേട്ടോ, സ്റ്റോറേജ്. ഓക്കെ, സ്റ്റോറേജ് ഡിവൈസ്. നൗ വാട്ട് ഈസ് ദിസ് വൺ? ജോയ്സ്റ്റിക്ക്. നമ്മൾ ഗെയിമൊക്കെ കളിക്കുമ്പോൾ നമ്മൾ അതിലിങ്ങനെ ചെയ്യുന്നതൊക്കെ എങ്ങോട്ടാണ് കാണുക? അതും മോണിറ്ററിലാണ് കാണുക. അപ്പോൾ അതും എന്താണ് കാണുക? ഇൻപുട്ട്. നമ്മളെ മോണിറ്ററിൻ്റെ ഉള്ളിലേക്കാണ് ഇതിൻ്റെ വർക്കും പോകുന്നത്. അപ്പോൾ അതും ഇൻപുട്ട് ഡിവൈസാണ്. ഇനി പ്രിൻ്റർ. എല്ലാവർക്കും അറിയാം, നമുക്ക് പേപ്പർ ഇങ്ങോട്ട് പുറത്തേക്ക് വരുന്നതുകൊണ്ട് അതെന്താണ്? ഔട്ട്പുട്ട് ഡിവൈസ്. ഓക്കെ, നൗ കണക്ട് ദ കമ്പ്യൂട്ടർ വിത്ത് റിലേറ്റഡ് പിക്ചേഴ്സ്. ഇവിടെയൊക്കെ വായിച്ചിട്ട് അതിനെ റിലേറ്റ് ചെയ്തിരിക്കുന്ന പിക്ചേഴ്സിലേക്ക് മാച്ച് ചെയ്യാനാണ് പറയണത്. ഓക്കെ, നമുക്ക് നോക്കാം. പ്രിൻ്റർ എങ്ങോട്ടാണ് മാച്ച് ചെയ്യുക മക്കളെ? പ്രിൻ്റർ കമ്പ്യൂട്ടർ. ലുക്ക് അറ്റ് ദിസ്. കണക്ട് ദ കമ്പ്യൂട്ടർ വിത്ത് റിലേറ്റഡ് പാർട്സ്. ഇവിടെ കുറേ പാർട്സുകൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എന്ത് ചെയ്യാം? കമ്പ്യൂട്ടർ പാർട്സ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇങ്ങോട്ടേക്ക് മാച്ച് ചെയ്യാം. ഓക്കെ, പ്രിൻ്റർ കമ്പ്യൂട്ടറിൻ്റെ പാർട്ടാണോ? യെസ്, സോ മാച്ച് ടു ദിസ്. സ്കാനർ കമ്പ്യൂട്ടർ പാർട്ടാണോ? യെസ്. Refrigerator, no, it is not computer part. Mouse, is it computer part? Yes, so match it. Television, is it computer part children? No. Mixer, is it computer part? No. Web camera, is it computer part? Yes, so match it. Okay, keyboard is the following. Look at this children, some pictures are given. You want to decide first one will be input, then processing, then output it should come, right? So you want to arrange this one, or you want to say from this which is input, which is processing, and which is output. Okay, so look at this stitching, and here needles are there അല്ലേ. ഇതെന്താ മക്കൾ ചെയ്യേണ്ടതെന്നറിയോ? ഇതിൽ ഏതാണ് ഇൻപുട്ട് ഡിവൈസ്, ഏതാണ് ഔട്ട്പുട്ട് ഡിവൈസ്, ഏതാണ് പ്രോസസ്സിങ് എന്നുള്ളത് ഇതിനകത്ത് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ആദ്യം ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾക്കുള്ള സാധനങ്ങളാണല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻപുട്ട് ഡിവൈസായിട്ട് എഴുതുന്നത്. ഇതാണ് ഇൻപുട്ട് ഡിവൈസ്. പിന്നെ ഇതുകൊണ്ട് നമ്മൾ ചില പ്രോസസ്സിങ് നടക്കുകയാണ്, നൂല് വെച്ചിട്ട് തയ്ക്കുകയാണ്, അതാണ് പ്രോസസ്സിങ്. എന്നിട്ടോ നമുക്ക് എന്താ കിട്ടുന്നത് മക്കളെ? ഒരു ഡ്രസ്സ് കിട്ടുന്നു. ദാറ്റ് ഈസ് കോൾഡ് ഔട്ട്പുട്ട്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് വൺ നോക്കിയേ, ഇവിടെ ഒരു
ചളി കാണുന്നുണ്ടോ? ഇവിടെ ഇങ്ങനെ ഒരു കറുപ്പ് കളർ ഉണ്ട് അല്ലേ? പിന്നെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കറുപ്പൊന്നും ഇല്ലാത്തൊരു കാറ് കാണുന്നുണ്ട്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരാൾ അതിങ്ങനെ എടുത്തു മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇൻപുട്ട് ഏതാണ്? ഇൻപുട്ട് ഏതാ മക്കളെ? ദിസ് വൺ. സോ റൈറ്റ് ഹിയർ ഇൻപുട്ട്. പിന്നെ എന്ത് ചെയ്തു? ഒരാളത് ക്ലീൻ ചെയ്യാണ്. അതാണ് എന്ത്? പ്രോസസ്സിങ്. ഓക്കെ. ഇതോ ഔട്ട്പുട്ട്. അത് കഴിഞ്ഞ ശേഷം നല്ല ഭംഗിയായിട്ടുള്ള കാറായി. ഔട്ട്പുട്ട്. ഓക്കെ. നെക്സ്റ്റ് വൺ. വാട്ട് യു ക്യാൻ സീ? കുറേ സാധനങ്ങൾ പട്ട ഇങ്ങനെ പറത്തി കളിക്കുന്നുണ്ട്, പട്ട ഉണ്ടാക്കുന്നുണ്ട്, നൂലും സാരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലേതാണ് ഇൻപുട്ട്? ഫസ്റ്റ് ആദ്യത്തെ വേണ്ടേ? ദിസ് വൺ. അപ്പോൾ ഇതാണെന്ത്? ഇൻപുട്ട്. പിന്നെ പട്ട ഉണ്ടാക്കുന്നു, അതാണെന്ത്? പ്രോസസ്സിങ്. ഇതാണെന്ത്? ഔട്ട്പുട്ട്. പിന്നെ പട്ട ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം നമ്മൾ എന്താ ചെയ്യുക? വാട്ട് വി ഡു? വിൽ പ്ലേ. സോ ദാറ്റ് ഈസ് ഔട്ട്പുട്ട്. ഓക്കെ. നൗ ഹിയർ കുറേ ബ്ലോക്സ് കാണുന്നുണ്ട്. ഇവിടെ ഒരു കുട്ടി ബ്ലോക്സ് ഉണ്ടാക്കുന്നുണ്ട്. ലാസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ബ്ലോക്ക് ആയിട്ടുണ്ട്. സോ വിച്ച് വൺ ഈസ് ഫസ്റ്റ് വൺ? ആദ്യം കുറേ ബ്ലോക്സ് വേണം നമുക്ക് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അല്ലേ? സോ ദിസ് ഈസ് ഫസ്റ്റ് വൺ. സോ ഹിയർ ഇറ്റ് ഈസ് ഇൻപുട്ട്, ദെൻ മേക്കിംഗ്, ദാറ്റ് ഈസ് പ്രോസസ്സിങ്. Processing. And what is this? Output. Okay. So this is also over. Now flip the page, children. Yes. Now answer the followings. This part you have to learn by heart and you want to write this in your notebook. Okay. Name any 3 parts of a computer. We have learned 4 parts, right? From that, you say any 3 parts only. Tell me, children, any 3 parts. First one, monitor. Then, next, say CPU. Then, keyboard or mouse. You write keyboard. Then write mouse. Only 3 parts you want to write, okay? But we learned 4 parts that you write. Okay. Now name 3 output devices. You have to write 3 output devices. Tell me first one, children. Any output device? Write printer. Then output device, monitor. Then monitor, then speaker also. Right? Speaker. Okay. Now what does CPU stands for എന്ന് പറഞ്ഞാൽ ഈ CPU എന്ന് പറഞ്ഞാൽ എന്താണ്? C എന്താണ്? സെൻട്രൽ P എന്താണ്? പ്രോസസ്സിങ്. U എന്താണ്? യൂണിറ്റ്. അപ്പോൾ CPU is equal to central processing. Write it in one line, okay? ഒറ്റ ലൈനിൽ എഴുതണം കേട്ടോ മക്കളെ. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. Okay, Central Processing Unit. This is the full form of CPU. അപ്പോൾ CPU stand for എന്ന് പറയുന്നത് മനസ്സിലാക്കണം. Stand for എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ഫുൾ ഫോം ആണ് ചോദിക്കുന്നതെന്ന് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് വൺ. നെയിം എനി 3 സ്റ്റോറേജ് ഡിവൈസസ്. സ്റ്റോറേജ് ഡിവൈസസ് ഒരുപാട് എണ്ണം പഠിച്ചിട്ടുണ്ട് അല്ലേ? ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്താം? മെമ്മറി കാർഡ്. മെമ്മറി കാർഡ്. What is second one? CD. Third one, hard disk. Hard disk. CD-യും പറ്റും DVD-യും കേട്ടോ. രണ്ടും എഴുതാം. CD or DVD, hard disk. ഇത്രയാണെന്ത്? സ്റ്റോറേജ് ഡിവൈസ്. So by this we completed the entire lesson. Okay. Now you have a project to work. This you can write it in your notebook. Okay. Prepare a chart of input and output device and stick it in your notebook. ഒരു ചാർട്ട്, അതായത് A4 ഷീറ്റോ അല്ലെങ്കിൽ ഒരു പേജ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻപുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് ഇൻപുട്ട് ഡിവൈസിൻ്റെ എല്ലാ പിക്ചേഴ്സും ഒരു പേജിൽ ഒട്ടിക്കുക. ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് ഔട്ട്പുട്ട് ഡിവൈസിൻ്റെ എല്ലാ പിക്ചേഴ്സും ഔട്ട്പുട്ട് പേജിൽ ഒട്ടിക്കുക. Okay children, this is the project work you want to do. Input device and output device. Okay, 2 പേജിലായിട്ട് അതിൻ്റെ പിക്ചേഴ്സ് ഒട്ടിക്കാം.
അതോടുകൂടി എന്താവും, മക്കൾക്ക് ഇൻപുട്ട് ഡിവൈസും ഔട്ട്പുട്ട് ഡിവൈസും ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ. ഓക്കെ ചിൽഡ്രൻ. ടെക്സ്റ്റ് ബുക്കിനകത്ത് പേജ് നമ്പർ 28 എന്തുണ്ട്, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ട്. 4 question answers are there. That question answers you need to write it in your notebook. Okay, other all things you do it in the textbook only. Okay children. ഓക്കെ, ഈ വീഡിയോ കാണുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഇതുപോലെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എഴുതുക. മാം സ്ലോലിയാണ് എഴുതുന്നത്, മക്കൾ എന്ത് ചെയ്തോളാം, സ്ലോ ആയിട്ട് എഴുതിക്കൊള്ളാം കേട്ടോ. ഓക്കെ, താങ്ക് യു.